നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. പള്ളിയിൽ നിന്നിട്ട് ചെറിയ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കൊല്ലങ്ങളായിട്ട് ഞാൻ വാടകപ്പുരയിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു പോരാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയ പള്ളിയല്ലേ ഉസ്താദെ നമ്മളത്. മാത്രമല്ല നിങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, ശമ്പളം കൂട്ടി തരാനൊന്നും പറ്റില്ല. അല്ല, ശമ്പളം കൂട്ടാനല്ല ഞാൻ പറയുന്നത്. ശമ്പളം കൂട്ടാൻ കഴിയാലോ നിങ്ങൾക്കറിയോ. ഈ പണീൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറേ സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാമല്ലോ. നിങ്ങൾ കമ്മിറ്റിക്കാരിലെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ വാങ്ങി തന്നെ നന്നായിരുന്നു. മാസം ഒരു തുക ഞാൻ കമ്മിറ്റിക്ക് തന്നോളാം. അതിപ്പോ ഞാൻ ഒറ്റക്ക് തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ, അല്ലേടാ? ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി ഉസ്താദിനെ കാര്യങ്ങൾ അറിയിക്കാം. അതെ അതെ, അപ്പം നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ വരുന്നു ഉസ്താദെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആയിക്കോട്ടെ. വണ്ടി നല്ലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വില കുറച്ച് കൂടിപ്പോയില്ലേ? ഈ വില ഒന്നല്ല ഉസ്താദെ, ഉസ്താദായോണ്ട് കുറച്ചിട്ട് പറഞ്ഞത്. അല്ല, പൈസ ഇപ്പൊ റെഡിയാക്കും ഉസ്താദെ. 2 ദിവസത്തിൽ ശരിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഒക്കെ സെക്രട്ടറി കമ്മിറ്റിയിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞു ഉസ്താദെ, തീരുമാനമായി. ഉസ്താദിന് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഉസ്താദിന് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള അനുമതി കമ്മിറ്റി തന്നിട്ടുണ്ട്. പക്ഷെ ഓട്ടോറിക്ഷ ഉസ്താദിനെ വേണം. നീഷ, നീ എന്നോട് ക്ഷമിക്കട. വണ്ടി ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. അത് സാറില്ല, ബേജാറാക്കണ്ട ഉസ്താദെ. ഞാൻ വിളിച്ചതതിനല്ല, എനിക്കൊരു കാര്യം പറയണേ. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? നീഷ. ഉസ്താദെ സുഖമല്ലേ? സുഖം. വണ്ടി കച്ചവടായി, ക്യാഷ് ഫുള്ള് കിട്ടി. കച്ചവടായത് വേറെ ആയിരിക്കുമല്ല, നിങ്ങൾക്ക് തന്നെ. സെക്രട്ടറി കൊണ്ടുവന്നു. സെക്രട്ടറി ഒന്നല്ല, പിന്നെ ഓന്റെ പേര് മഹേഷ് എന്നാണ്. മഹേഷ? ഓനിപ്പോ വരും ഇങ്ങോട്ട്. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാ വന്ന്. നമസ്കാരം ഉസ്താദ്. നമസ്കാരം. എൻ്റെ പേര് മഹേഷ്. ഞാൻ ഈ ഓട്ടോ ഉസ്താദിന് വേണ്ടി വാങ്ങിയതാണ്. ഇത് ഉസ്താദ് നല്ല മനസ്സോടെ സ്വീകരിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മോൻ്റെ മുഖം കണ്ടറിയാം നല്ല മനസ്സോടെ തരുന്നതെന്ന്. പക്ഷെ നീ എന്നെ എന്തിനാ സഹായിക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. ഉസ്താദ് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാറില്ലേ, നമ്മൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നമുക്ക് തീർച്ചയായും കിട്ടുമെന്നുള്ളത്. പിന്നെ ഉസ്താദ്, എൻ്റെ അമ്മയുടെ പേര് സുലോചന എന്നാണ്. ശരി, ഞാൻ വരട്ടെ. ഒരു അപകടത്തിൽ ആരോരും ശ്രദ്ധിക്കാതെ റോഡിൽ ചോരയൊലിച്ച് കിടന്ന എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച കാര്യം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയുണ്ടാവോ എന്തോ. മോനെ, അമ്മക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അമ്മ ഇപ്പൊ സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ. ശരി.